ആശയവ്യക്തത, സൈദ്ധാന്തിക കാർക്കശ്യം, നിലപാടുകളിലെ കൃത്യത, പ്രായോഗിക രാഷ്ട്രീയം. കർഷക പോരാട്ടങ്ങളുടെ മണ്ണായ മൊറാഴിയിൽ നിന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തുന്ന MV ഗോവിന്ദന് വിശേഷണങ്ങൾ ഏറെയുണ്ട്. ജനപ്രതിനിധിയായും ഭരണാധികാരിയായും ജനമനസ്സുകളെ ആകർഷിച്ച നേതാവാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ മുന്നിൽ നിന്ന് പോരാടിയ യുവജന പോരാളിയായിരുന്നു. പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര ചാർത്തി. 5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനം കൈമുതലാക്കിയാണ് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് ചേർന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ MV ഗോവിന്ദൻ ചുമതലയേൽക്കപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യത്തെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞതോടെ 2022 ആഗസ്റ്റിൽ MV ഗോവിന്ദന് പകരം ചുമതല നൽകി. ദേശാഭിമാനി ബാലസംഘത്തിലൂടെയാണ് പൊതുരംഗത്തേക്കുള്ള വരവ്. KSYF-ലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. DYFI രൂപീകരണത്തിനുള്ള അഖിലേന്ത്യാ പ്രിപ്പറേറ്ററി കമ്മിറ്റി അംഗമായിരുന്നു. DYFIയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ദേശാഭിമാനിയുടെയും മാർക്സിസ്റ്റ് സംവാദത്തിൻ്റെയും ചീഫ് എഡിറ്റർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് 4 മാസക്കാലം ജയിൽവാസം അനുഭവിച്ചു. നിരവധി തവണകളിലായി പോലീസ് ഗുണ്ടാ മർദ്ദനത്തിന് വിധേയനായി. തളിപ്പറമ്പിൽ നിന്ന് 3 തവണ MLA-യും 2021 മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രിയുമായിരുന്നു. പിണറായി വിജയന് ശേഷം മന്ത്രിപദത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തുന്നയാൾ എന്ന പ്രത്യേകതയും MV ഗോവിന്ദനുണ്ട്. നിലവിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്.